എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ പോർട്ട്ഫോളിയോകൾ ഒരു പക്ഷേ അത്ര സുഖകരമല്ലാത്ത രീതിയിലായിരിക്കും ഈ ഒരു കറക്ഷന്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ടാവുക. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കറക്ഷൻസ് ആർ പാർട്ട് ഓഫ് ദി ഗെയിം. ഈ കറക്ഷന്റെ സമയത്ത് നമ്മൾ പേടിച്ചിരിക്കാതെ, കയ്യിലുള്ള സ്റ്റോക്കുകൾ വിറ്റൊഴിവാക്കാതെ നല്ല നല്ല സ്റ്റോക്കുകൾ താഴെ ലെവലിൽ കിട്ടുമ്പോൾ അത് ഗ്രാജുവലി അക്യൂമുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ, ഇത് പറയുമ്പോൾ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല പ്രധാനം, നിലനിൽക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് നമ്മളുടെ വീഡിയോയിൽ തന്നെ നമ്മൾ ഓരോ കമ്പനിയെ പറ്റി പഠിക്കുമ്പോഴും ആ കമ്പനിയുടെ മാനേജ്മെന്റ് ഇടുന്ന എഫേർട്ട് എത്രമാത്രം എഫിഷ്യന്റ് ആയി അവരുടെ റിസൾട്ടുകളിൽ പ്രതിഫലിക്കുന്നു എന്ന് നമ്മൾ നോക്കാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് തോന്നി നമ്മളുടെ ചാനലിന് ഒരു റിസൾട്ട് വേണ്ടേ. അതായത് നമ്മുടെ ചാനൽ ആരംഭിക്കുന്നത് 2020 നവംബറിലാണ്. പക്ഷെ നമ്മൾ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുന്നത് 2022 ഡിസംബറിലാണ്. അപ്പൊ 2022 ഡിസംബറിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ ഒരു വർഷത്തെ പ്രവർത്തന ഫലം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അറിഞ്ഞിരിക്കണ്ടേ. നമ്മൾ ഈ ചാനലിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കുകൾ എവിടെ എത്തി നിൽക്കുന്നു, അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എത്ര രൂപ പ്രതിഫലം കിട്ടിയേനെ, എത്ര പെർസെന്റേജ് പ്രതിഫലം കിട്ടിയേനെ, അത് നഷ്ടമായിരിക്കുമോ ലാഭമായിരിക്കുമോ, ഇങ്ങനെയുള്ള ഒരു ആകാംക്ഷ അല്ലെങ്കിൽ എന്റെ ഒരു കടമയല്ലേ നമ്മുടെ ഒരു ചാനലിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എന്റെ പ്രൊഡക്ടിവിറ്റിയും നമ്മുടെ ചാനലിന്റെ പ്രൊഡക്ടിവിറ്റിയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിന് അലോട്ട് ചെയ്യുന്ന സമയം അത് വർത്താണോ, അത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈം ആണോ നിങ്ങൾ എന്റെ ചാനലിന് കൊടുക്കുന്ന സമയം എന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണ്ടേ. അപ്പൊ അതിനു വേണ്ടിയാണ് ഈ വീഡിയോ. നമ്മൾ 2022 ഡിസംബർ മുതൽ 2023 ജനുവരി വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളും ആ സ്റ്റോക്കുകൾ ഇപ്പോൾ എത്ര പെർസെന്റേജ് റിട്ടേൺ തരുന്നു, എത്ര പെർസെന്റേജ് റിട്ടേൺ തന്നിട്ടുണ്ട്, അത് എത്രമാത്രം എഫിഷ്യന്റ് ആയി നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ സ്റ്റോക്കിലും 10,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് എത്ര രൂപ റിട്ടേൺ കിട്ടിയേനെ. ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ അജണ്ട എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിരവധി പേർ എന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നതിനായി സമീപിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കറക്ഷന്റെ സമയത്തൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നല്ല സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളും മിഡ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് ഈ കറക്ഷന്റെ സമയം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായും ഞാൻ നിങ്ങളെ സഹായിക്കാം. നിങ്ങളോട് ഫീസ് ഒന്നും വാങ്ങിയിട്ടല്ല ഞാൻ ഈ സർവീസ് തരുന്നത്. ഇതിന്റെ പ്രൊഫഷന്റെ ഭാഗമാണ്. യൂട്യൂബിൽ നിന്നാണ് ഞാൻ എന്റെ ക്ലയൻസിനെ കണ്ടെത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന്റെ എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അത് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് മുതൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ എൻഡ് ചെയ്യുന്ന അന്ന് വരെ ഞാനായിരിക്കും നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട്സ് അഡ്വൈസർ എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2020 ഡിസംബറിലാണ് ഞാൻ ഈ ചാനൽ ആരംഭിക്കുന്നത്. 2020 ഡിസംബറിൽ ഈ ചാനൽ ആരംഭിക്കുമ്പോൾ ഇതിന്റെ പേര് കുക്ക് ട്രാവൽ ആൻഡ് ഇൻവെസ്റ്റ് എന്നായിരുന്നു. ഒരു കുക്കിംഗ് ചാനൽ ആയിട്ടാണ് ഞാൻ ഈ ചാനൽ ആരംഭിക്കുന്നത്. ആദ്യത്തെ വീഡിയോ ഒരു മട്ടൻ ബിരിയാണിയുടെ വീഡിയോ ഒക്കെ ഞാനൊരു മട്ടൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഒരു വീഡിയോ ഒക്കെ സെറ്റാക്കി വെച്ചെങ്കിലും കുക്കിംഗ് വീഡിയോ മറ്റുള്ള പ്രമുഖ കുക്കിംഗ് ചാനലുകളോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഒന്ന്, വളരെയധികം ക്യാപിറ്റൽ ആവശ്യമാണ്, വളരെയധികം സമയം ആവശ്യമാണ്, വളരെയധികം പ്രിപ്പറേഷൻസ് ആവശ്യമാണ്, മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ് ഒരു കുക്കിംഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. അതുപോലെ തന്നെ മറ്റു രണ്ടുപേരുടെ സഹായമെങ്കിലും ഇല്ലാതെ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ എന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, എനിക്ക് ഒരു വൺ മാൻ ഷോ ആയിട്ട്, അതായത് എനിക്ക് സ്വന്തമായി ക്യാമറയും കാര്യങ്ങളും എല്ലാം ഓപ്പറേറ്റ് ചെയ്തിട്ട് എനിക്ക് സ്വന്തമായി മറ്റാരെയും ആശ്രയിക്കാതെ എനിക്ക് സ്വന്തമായി തുടങ്ങാൻ പറ്റുന്ന ഒരു ചാനലിനെ പറ്റിയാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്റെ മുമ്പിൽ രണ്ട് സാധ്യതകളാണ് ഉണ്ടായിരുന്നത്. എനിക്ക് ഇഷ്ടമുള്ള രണ്ട് മേഖലകളാണുള്ളത്. ഒന്ന് കുക്കിങ്ങും ഒന്ന് സ്റ്റോക്ക് മാർക്കറ്റും. ഇത് രണ്ടുമാണ് എനിക്ക് താല്പര്യമുള്ള മേഖലകൾ. അപ്പോൾ കുക്കിംഗ് നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അത് 2-3 പേരുടെ ഹെൽപ്പ് ഇല്ലാതെ നടക്കില്ല. ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരാൾ വേണം, കുക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വേണം. അപ്പോൾ എല്ലാത്തിനും 1-2 പേരില്ലാതെ നടക്കില്ല. അപ്പോൾ എല്ലാവരുടെയും സൗകര്യം അനുസരിച്ച് വേണം ഇത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ അത് മുന്നോട്ട് പോവില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനത് അവിടെ അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് 2022 ഡിസംബറിലാണ് ഞാൻ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിന് വേണ്ടി ഒരു ചാനൽ ആരംഭിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒത്തിരിയേറെ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. 2022 ഡിസംബറിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന വീഡിയോ. അപ്പോൾ ഇതിന് പുറകിലുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ വരാനുള്ള എൻ്റെ ഒരു മടിയും കൂടെയാണ്. ഞാൻ അത്ര കോൺഫിഡൻസും അത്ര എന്താ പറയുക, ആൾക്കാരുടെ മുന്നിൽ വന്ന് പ്രസംഗിക്കാനുള്ള കഴിവുകളൊക്കെ പണ്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ക്രമേണ അത് നഷ്ടപ്പെട്ടു പോയി. ഇപ്പൊ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ഈ ചാനൽ തുടങ്ങുന്ന ആ സമയങ്ങളിലൊന്നും എനിക്ക് അത്ര കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ 2022 ഡിസംബറിലാണ് നമ്മുടെ ചാനലിന്റെ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. RVNL പറ്റിയായിരുന്നു ആ വീഡിയോ.
നമ്മൾ RVNL പറ്റി ആ വീഡിയോ ചെയ്യാൻ ഞാൻ ഒരു മാസം പ്രിപ്പയർ ചെയ്തു. നോട്ട്ബുക്കിലൊക്കെ എഴുതി, ഫുള്ള് നോട്ട്ബുക്കിലൊക്കെ എഴുതി, കുറേ ഡോക്യുമെന്റുകളൊക്കെ പരിശോധിച്ച് RVNL വീഡിയോ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ ഇപ്പോൾ ചെയ്യുന്ന വീഡിയോ നല്ല വീഡിയോകളല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ വളരെ അധികം ക്വാളിറ്റി ഉള്ള ഒരു വീഡിയോ ആയിരുന്നു RVNL പറ്റി ആദ്യം ചെയ്തിരുന്ന വീഡിയോ. അതിന്റെ സൗണ്ട് ഒക്കെ ഇത്തിരി കുറവാണ്. നമുക്ക് ആദ്യമേ മൈക്കൊന്നും ഇല്ലാതെയാണ് ഞാനത് വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ RVNL പറ്റിയായിരുന്നു ആദ്യത്തെ വീഡിയോ. RVNL പറ്റി ഞാനൊരു മൾട്ടി ബാഗറാണ് തിരിച്ചറിയുന്നത് 46 രൂപയിലാണ്. പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്ത് വന്നപ്പോഴത്തേനും RVNL 63 രൂപയിലെത്തി. അപ്പൊ 63 രൂപയിലാണ് ഞാൻ RVNL ആദ്യമായിട്ട് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇടുന്നത്. 2022 ഡിസംബറിലാണ്. ഞാനിവിടെ ഒരു എക്സൽ ഷീറ്റ് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു എക്സൽ ഷീറ്റ് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ സ്റ്റഡി പർപ്പസിന് വേണ്ടി പറഞ്ഞിട്ടുള്ള ഓരോ സ്റ്റോക്കും, അത് എത്ര രൂപയിലാണ് നമ്മൾ സ്റ്റഡി പർപ്പസിന് വേണ്ടി നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും, അത് എന്നാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്നും, ഇപ്പോൾ അതിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്നുള്ളതും, അതിന്റെ പെർസെന്റേജ് എത്രയാണെന്നുള്ളതും. അപ്പൊ ഇതിന്റെ അവസാനം നമ്മൾ ഓരോ സ്റ്റോക്കിലും 10,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മളുടെ കയ്യിൽ എത്ര രൂപ നമുക്ക് ലാഭമായിട്ട് കിട്ടിയേനെ, അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ എത്ര വർദ്ധിച്ചേനെ എന്നുള്ള ഒരു കണക്കുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ എന്നെ തന്നെ പൊക്കി പറയുകയാണ് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. ഇനി അതല്ല, നിങ്ങൾക്ക് തീർച്ചയായും അത് അറിയണം എന്നുണ്ടെങ്കിൽ, കാരണം ഒരു പ്രേക്ഷകൻ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു 10-15 മിനിറ്റ് ഈ ഒരു ചാനലിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം, ആ 10 മിനിറ്റ് വർത്ത് ആണോ എന്നുള്ളതാണ്. ഞാൻ എത്രമാത്രം എഫേർട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടുന്നു എന്നുള്ളതിലല്ല കാര്യം, ആ ഇടുന്ന എഫേർട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ എന്നാണ് നിങ്ങൾ ആദ്യം ഉറപ്പുവരുത്തേണ്ടത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണുക. ഈ വീഡിയോ കണ്ടിട്ട് ഈ ചാനൽ ഒരു കാണാൻ വർത്താണ് എന്ന് ഒരു മൂല്യമുള്ള ഒരു ചാനലായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി താല്പര്യമുള്ളവരിലേക്ക് ഈ വീഡിയോ നിങ്ങൾ എത്തിക്കുക, ഈ ചാനൽ നിങ്ങൾ എത്തിക്കുക. നിങ്ങളുടെ ടെലഗ്രാം ചാനലിലേക്ക് ഈ ചാനലിന്റെ ലിങ്ക് അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ഫോർവേഡ് ചെയ്യുക. പറ്റാവുന്ന തരത്തിലെല്ലാം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രദ്ധിക്കുക. കുറച്ചുകൂടെ സപ്പോർട്ട് നമ്മുടെ ചാനലിന് ആവശ്യമായിട്ടുണ്ട്. 1690 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ നിലവിലായിട്ടുള്ളൂ. അപ്പോൾ ഇനിയും നമുക്ക് ഒത്തിരി ദൂരം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉള്ള സപ്പോർട്ടുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു എക്സൽ ഷീറ്റാണ് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ RVNL ആണ് നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക്. 2022 നവംബറിലാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റഡി പ്രൈസ് 63 രൂപയായിരുന്നു. അതിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 259 രൂപയാണ്. ഇന്ന് വരെയുള്ള റിട്ടേൺ 311% ആണ്. പിന്നെ അടുത്ത സ്റ്റോക്ക് ഡൻകൻ ആണ്. ഡൻകൻ എഞ്ചിനീയറിംഗ് എന്നുള്ള സ്റ്റോക്കാണ്. 366 രൂപയ്ക്ക് നമ്മൾ പറഞ്ഞു, ഇന്ന് 415 രൂപയാണ്. 13% നമുക്ക് കിട്ടിയിരുന്ന റിട്ടേൺ. അടുത്തത് പോളിസി ബസാർ ആണ്. 452 രൂപയിലാണ് നമ്മൾ 2022 നവംബറിൽ പറഞ്ഞിരുന്നത്. ഇപ്പൊ നിലവിലെ അതിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 933 രൂപയാണ്. 106% നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന റിട്ടേൺ. അടുത്തത് ഹരി ഓം പൈപ്സ് ആണ്. 358 രൂപയിലാണ് നമ്മൾ 2022 ഡിസംബറിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റോക്കാണ്. 582 രൂപയാണ് നിലവിലെ മാർക്കറ്റ് പ്രൈസ്. 63% നമുക്ക് ഇതിനകത്ത് നിന്ന് റിട്ടേൺ കിട്ടിയിരിക്കുന്നത്. അടുത്ത സ്റ്റോക്ക് ലോയൽ എക്യുപ്മെന്റ്സ് ആണ്. 63 രൂപയിലാണ് നമ്മൾ 2023 ഫെബ്രുവരിയിൽ പറഞ്ഞിരുന്നത്. 190 രൂപയാണ് കറന്റ് മാർക്കറ്റ് പ്രൈസ്. 202% ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിട്ടേൺ. ഹരിയാന ലെതർ കെമിക്കൽസ് 48 രൂപയിലാണ് പറഞ്ഞിരുന്നത്. 2023 ഫെബ്രുവരിയിലാണ് പറഞ്ഞിരുന്നത്. 69 രൂപയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 44% നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന റിട്ടേൺ. അടുത്തത് JBM ഓട്ടോയാണ്. JBM ഓട്ടോ 625 രൂപയിൽ 2023 മാർച്ചിലാണ് നമ്മൾ പറഞ്ഞിരുന്നത്. കറന്റ് മാർക്കറ്റ് പ്രൈസ് 2013 രൂപയാണ്. 222% ആണ് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന റിട്ടേൺ. അടുത്ത സ്റ്റോക്ക് സിംഫണിയാണ്. 1115 രൂപയിലാണ് 2022 മാർച്ചിൽ നമ്മൾ സ്റ്റഡി പർപ്പസിന് വേണ്ടി പറഞ്ഞിരുന്നത്. 915 രൂപയാണ് നിലവിലെ മാർക്കറ്റ് പ്രൈസ്. 18% ലോസ് ആണ് സിംഫണി നമുക്ക് തന്നിരിക്കുന്നത്. അടുത്തത് കോറോമാൻഡൽ ഇന്റർനാഷണൽ 936 രൂപ സ്റ്റഡി പർപ്പസ്, 1087 രൂപ കറന്റ് മാർക്കറ്റ് പ്രൈസ്. നമുക്ക് കിട്ടിയേക്കുന്ന ലാഭം 16%. അടുത്ത സ്റ്റോക്ക് പ്രൂഡന്റ് കോർപ്പറേറ്റ് അഡ്വൈസറി സർവീസസ് 936 രൂപയിൽ നമ്മൾ സ്റ്റഡി ചെയ്ത സ്റ്റോക്കാണ്. 977 രൂപയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കാണ്. 1288 രൂപയാണ് കറന്റ് മാർക്കറ്റ് പ്രൈസ്. 32% റിട്ടേൺ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്തത് BHEL 91 രൂപയിൽ ഡിസ്കസ് ചെയ്തു. 227 രൂപയാണ് കറന്റ് മാർക്കറ്റ് പ്രൈസ്. 147%.
റിട്ടേൺ ആണ്, 149% റിട്ടേൺ എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്തത് LG എക്യുപ്മെന്റ്സ് ആണ്, 475 രൂപയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. 679 രൂപയിലാണ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. 43% റിട്ടേൺ ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്തത് ഹൈടെക് പൈപ്സ് ആണ്, 82 രൂപയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. 147 രൂപയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 79% റിട്ടേണിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. KPIT ടെക്നോളജീസ് 1160 രൂപയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 1727 രൂപയായി കഴിഞ്ഞു, 49% റിട്ടേൺ. അടുത്തത് ഋഷഭ് ഇൻസ്ട്രുമെന്റ്സ് ആണ്, 469 രൂപയിൽ ഡിസ്കസ് ചെയ്തു. 608 രൂപയാണ് കറന്റ് മാർക്കറ്റ് പ്രൈസ്. 30% റിട്ടേണിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് IOC ആണ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. 97 രൂപയിൽ ഡിസ്കസ് ചെയ്തു. 182 രൂപയായി. 88% റിട്ടേൺ ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്ത സോണ കോംസ്റ്റാർ ആണ്, 568 രൂപയിൽ ഡിസ്കസ് ചെയ്തു. 619 രൂപയായി, 9% റിട്ടേൺ. അടുത്തത് നവഗർ കോർപ്പറേഷൻ ആണ്, 95 രൂപയിൽ ഡിസ്കസ് ചെയ്തു. 116 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത്. 22% റിട്ടേൺ. അടുത്തത് KFin ടെക്നോളജീസ് ആണ്, 485 രൂപയിൽ ഡിസ്കസ് ചെയ്തു. 679 രൂപയായി, 40% റിട്ടേൺ ആണ് ഇപ്പോൾ നമുക്ക് റണ്ണിംഗ് ഉള്ളത്. ഇതിൽ അവസാനം പറഞ്ഞിരിക്കുന്ന 2 സ്റ്റോക്കുകൾ ഡിസംബറിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് 2024 പറഞ്ഞിരിക്കുന്ന സ്റ്റോക്കുകളാണ്. അവയെല്ലാം അവയുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ജൂപ്പിറ്റർ വാഗൻസ് ആയാലും, അയണോക്സ് സഹോദരങ്ങളായാലും, സെന്ന, ഫിലാടെക്സ്, എയറോഫ്ലെക്സ്, പ്രസിഷൻ ഇന്ത്യ, ജീനസ് പേപ്പേഴ്സ് ആൻഡ് ബോർഡ്സ്, ഇതെല്ലാം നമ്മൾ ചെറിയ ലോസിലും ചെറിയ പ്രോഫിറ്റിലും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് 1 മാസമേ ആയിട്ടുള്ളൂ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട്. അപ്പോൾ ഇനിയും അതിന് ഒത്തിരി സമയം ബാക്കിയുണ്ട്. ഇപ്പോൾ 2023 ഡിസംബർ വരെ 19 സ്റ്റോക്കുകളാണ്, 19 മൾട്ടിബാഗർ കാൻഡിഡേറ്റുകളെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അവയുടെ ബിസിനസ്സുകളെയും അവയുടെ പൊട്ടൻഷ്യലിനെയും പറ്റിയൊക്കെ വളരെയധികം വിശദമായി തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ 19 സ്റ്റോക്കുകളിൽ 10,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 1,90,000 രൂപയായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ 1,90,000 രൂപ എത്ര രൂപയായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. 1,90,000 രൂപ 2024 ഫെബ്രുവരി ഈ ദിവസം വരെ നമ്മളത് എത്ര രൂപയാണ് നമ്മുടെ റിട്ടേൺ എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കണക്ക് പ്രകാരം നോക്കുമ്പോൾ അതിൻ്റെ റിട്ടേൺ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ 1,96,000 രൂപ ഇന്നത്തെ ഡേറ്റിനനുസരിച്ച് 3,39,083 രൂപയാണ് ആയിട്ടാണ് മാറിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റിട്ടേൺ പെർസെൻറ്റേജ് നോക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ പോർട്ട്ഫോളിയോ 79% റിട്ടേൺ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിസ്സാരമല്ല. ഞാൻ കരുതുന്നത് എൻ്റെ എഫേർട്ടുകളൊന്നും അത്ര പാഴായി പോയിട്ടില്ല. നമുക്ക് ഈ ഒരു കൊല്ലം കൊണ്ട് തന്നെ നമ്മൾ ജാനുവരിയിലും ഫെബ്രുവരിയിലും മാർച്ചിലും ഡിസംബറിലും വരെ പറഞ്ഞിരിക്കുന്ന സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് 79% റിട്ടേൺ, നമ്മുടെ ടോട്ടൽ പോർട്ട്ഫോളിയോ 79% റിട്ടേണിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അതിൽ ഒരു സ്റ്റോക്ക് മാത്രമാണ്, സിംഫണി മാത്രമാണ് നമുക്ക് നഷ്ടം തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന സ്റ്റോക്കുകളിൽ ഇപ്പോൾ ഞാൻ ഇതിനകത്ത് എല്ലാത്തിലും 10,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോ 79% പ്രോഫിറ്റിലായിരുന്നേനെ എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതായിരുന്നു എൻ്റെ ഉദ്ദേശം. നമ്മുടെ ചാനലിൻ്റെ ഒരു റിസൾട്ട് അനാലിസിസ് ആയിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1,96,000 രൂപയായിരുന്നു. റിട്ടേൺ 3,39,000 രൂപയായിരുന്നു. 79% റവന്യൂ ആണ് നമ്മൾ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്നതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 79% റിട്ടേൺ ആണ് നമ്മൾ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഒട്ടും മോശമല്ല, വളരെയധികം നല്ല റിസൾട്ടാണ് ബോണീസ് വ്ലോഗിന്റെ ഈ വർഷത്തെ റിട്ടേൺ. അപ്പോൾ നമ്മൾ അടുത്ത വർഷം ഇതേ റിട്ടേൺ അനാലിസിസുമായി വീണ്ടും കാണാം. അടുത്തൊരു മൾട്ടിബാഗർ വീഡിയോയുമായി കാണുന്നവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ്.